പണ്ട് പണ്ട് മുതലമട കാട്ടിൽ ഓസോ എന്ന ഒരു മണ്ടനായ കരടി താമസിച്ചിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ ഓസോ നടന്നു പോകുമ്പോൾ, രാവിലെ തന്നെ എന്താ ചൂട്, വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുന്നു. ശരി, മുന്നോട്ട് കുറച്ചു ദൂരം കൂടി പോയി നോക്കാം, വല്ല മീനോ എന്തെങ്കിലും കിട്ടുമോ എന്തോ. ആ സമയം നിക്കോ ആ വഴി കടന്നു വരുന്നു. വെള്ളം കുടിക്കാത്തതിന്റെ ക്ഷീണമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത മണ്ടൻ കരടിയെ പറ്റിക്കാൻ നോക്കുന്ന തന്ത്രശാലിയായ നിക്കോ. എന്താ മുഖത്ത് വല്ലാത്ത ഒരു ക്ഷീണം പോലെ? അതെനിക്കോ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നു. എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവണേയില്ല. ചൂട് കാലമല്ലേ, വെള്ളം കുടിക്കാത്തതിന്റെ ക്ഷീണമാകും. മണ്ടനെ ഒന്ന് പറ്റിച്ചേക്കാം. ഇതേ ശരീരം അനങ്ങാതെ വെച്ചാൽ വരുന്ന ക്ഷീണമാണ്. ലേസി ടയേർഡ് എന്നൊക്കെ പറയും. ലേസി ടയേർഡോ? അതെന്താ നിക്കോ, ഒന്ന് തെളിച്ചു പറയോ? അത് പിന്നെ ശരീരം അനങ്ങാതെ വെച്ചാൽ രക്തോട്ടം കുറയും. അതിനെ തന്നെയാണ് ലേസി ടയേർഡ് എന്ന് പറയുന്നത്. ഓ ആണോ? ശരി, ഇപ്പൊ അതിനുള്ള പോം വഴി എന്താ നിക്കോ? അതിന് നല്ല വ്യായാമം വേണം ഓസോ. ഒരു കാര്യം ചെയ്യ്, നല്ല ഓട്ടം ഓടിക്കോ. ശരി നിക്കോ, എന്നാൽ ഞാൻ ഓടട്ടെ. വെള്ളം കുടിക്കാത്തതിന്റെ ക്ഷീണമാണിത് എന്നറിയാത്ത മണ്ടൻ ഓസോ നിക്കോ പറയുന്നതും കേട്ട് ഓടാൻ ശ്രമിക്കുന്നു. അമ്പത് മീറ്റർ ഓടുമ്പത്തിനും വല്ലാതെ ക്ഷീണം കൂടിയല്ലോ ഭഗവാനെ. ഇവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കാലേ. അങ്ങനെ ക്ഷീണിതനായി ഓസോ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതാ വൂഫി കടന്നു വരുന്നു. ഇതാ ഓസോ അല്ലേ? ക്ഷീണിതനായി ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ പോയിട്ട് എന്താണെന്ന് തിരക്കാം. എന്താ ഓസോ, മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം? അത് പിന്നെ ഊഫി, നീ ആരോടും പറയരുത്. എനിക്ക് ഒരു പ്രത്യേക തരം സൂക്കേട് വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ലേസി ടയേർഡ്. നിന്നോട് ഇതാരാ പറഞ്ഞത്? എന്നോട് നിക്കോ പറഞ്ഞു. ഇത് മിക്കവാറും ആ നിക്കോ പറ്റിച്ചതാവും. നമുക്ക് ഒന്നും കൂടി പറ്റിച്ചേക്കാം. ഇതിനൊരു പരിഹാരമുണ്ട്. അതെന്താ? തല തിരിഞ്ഞു നിന്നാ മതി, എല്ലാം ശരിയാകും. എന്നാ ഞാൻ പോട്ടെ. ശരി ഊഫി. അങ്ങനെ ഓസോവിനെ ആശയക്കുഴപ്പത്തിലാക്കി വൂഫി അവിടെ നിന്നും ചെല്ലുന്നു. ഒരാൾ ഓടാൻ പറയുന്നു, ഒരാൾ തല തിരിഞ്ഞ് നിൽക്കാൻ പറയുന്നു. ഇതിലേതായിരിക്കും ശരി? ആ സമയം എമി പക്ഷി അവിടേക്ക് വരുന്നു. ആ എമി, നീ വന്നോ? നീ കറക്റ്റ് സമയത്താ വന്നത്. എന്താ ഓശോ, വല്ലാതെ ക്ഷീണിച്ച മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ. വെള്ളം കുടിച്ചില്ലേ? ആ ശരിയാ, ഞാൻ വെള്ളം കുടിച്ചില്ല, അതുകൊണ്ടായിരിക്കും ഈ ക്ഷീണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ ക്ഷീണിക്കും ഓശോ. ശരി, ഞാൻ ഒരു ആളെ പരിചയപ്പെടുത്തി തരാം. ആ ഓക്കെ. ഇങ്ങോട്ട് വാ. ഇതാരാ? ഞാനാണ് വെള്ളം, നീ കുടിക്കൂട്, ആരോഗ്യം നിനക്ക് ഞാൻ തരാം. വെയിൽ നീ ക്ഷീണിച്ചാൽ എന്നെ കുടിച്ചാൽ കൂളാകാം. കുടിക്കൂ 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 കുടിക്കൂ, ഞാൻ വിളിക്കും വാ, നിനക്കു ഞാൻ നൽകും. നിന്റെ തലക്കും മനസ്സിനു തണുപ്പു ഞാൻ തന്നെയല്ലോ. ഓ, എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഞാൻ ഇനി തൊട്ട് കുറേ വെള്ളം കുടിച്ചോളാം.